ഇന്നൊരു ഓട്സ് കുക്കീസ് ബേക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇത് തികച്ചും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ബട്ടറോ ഓയിലോ ഒന്നും യൂസ് ചെയ്യാതെ പാനിലാണ് നമ്മൾ ഈ ഒരു കുക്കീസ് ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഈ കുക്കി നമ്മുടെ മറ്റു കുക്കികളെ പോലെ അത്ര ക്രിസ്പ് അല്ല കേട്ടോ, ഇത്തിരി ചൂയി ടൈപ്പായിട്ടുള്ള കുക്കിയാണ്. പക്ഷേ നമ്മുടെ മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം, നമുക്കും വളരെ ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു കുക്കി റെസിപ്പിയാണിത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ഓട്സ് എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ളത് റോൾഡ് ഓട്സ് ആണ്, അതായത് മുഴുവനോട് കൂടിയുള്ള ഓട്സ്, ഓൾഡ് ഫാഷൻ ഓട്സ്. ഇത് ആണ് നിങ്ങളുടെ അടുത്തുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. അതല്ല നിങ്ങളുടെ അടുത്തുള്ളത് ക്വിക്ക് ഓട്സോ ഇൻസ്റ്റൻറ്റ് ഓട്സോ ആണ്, അതായത് ഇതിനേക്കാളും കുറച്ചും കൂടി പൊടിയായിട്ടുള്ള ടൈപ്പ് ഓട്സ് ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ അടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഹോൾ ഓട്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം, അതാണ് കുറച്ചും കൂടി നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതൽ തരുന്നത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഓട്സ് ഞാൻ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ്. നമ്മൾ പൊടിച്ചെടുക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള ഓട്സ് ഞാനൊരു പാത്രത്തിലേക്ക് തന്നെ തിരിച്ചിട്ടു. ഇപ്പോൾ ഇതിൽ കണ്ട കുറച്ച് ക്രഷ് ചെയ്തിട്ടുണ്ട്, എന്നാൽ കുറച്ച് ഹോളായിട്ട് തന്നെ മുഴുവനോട് കൂടി തന്നെ കിടക്കുന്നുണ്ട്. ഈ ഒരു ഇതിലേക്ക് എടുത്താൽ നമുക്ക് കുറച്ചും കൂടി ഹെൽത്ത്, അതായത് ആ ഒരു മുഴുവനായിട്ടുള്ള ഓട്സിൻ്റെ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടും. ഇതിലേക്ക് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതിലേക്ക് നമുക്ക് മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചിക്കുട്ടപ്പഴമോ അല്ലെന്നുണ്ടെങ്കിൽ റോബസ്റ്റ് പഴം, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാളയംകോടൻ പഴം, ഈ 3 പഴത്തിൽ ഏതെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആക്കി ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഈ 3 പഴത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ആ ഫ്ലേവർ നമ്മുടെ കുക്കി കുറച്ചും കൂടി ടേസ്റ്റി ആക്കും. അപ്പോൾ പഴം ഞാൻ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത ഈ ഒരു മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സിന്നമൺ പൗഡർ ആഡ് ചെയ്തിട്ട് കൊടുക്കാം, കറുകപ്പട്ട പൊടിച്ചത്. ഈ പഴവും സിന്നമൺ പൗഡറിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കുക്കിയിൽ നന്നായിട്ട് കിട്ടുക. ഈ ബ്ലെൻഡ് ഉണ്ടല്ലോ, പഴത്തിൻ്റെയും സിന്നമൺ പൗഡറിൻ്റെ ഒരു ബ്ലെൻഡ്, ഒരു സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങളതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഹണി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഹണിയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണ്, കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് ഹണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതെല്ലാതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. കാരണം എന്നാലല്ലേ നമ്മുടെ കുക്കി ഒന്ന് സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ എല്ലാതും കൂടി ഒന്ന് നന്നായിട്ട് ഞാൻ ഇപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കുന്നില്ല. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നിന്ന് കിട്ടുന്ന മോയ്സ്ചർ ഉണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന എണ്ണമയാണ് നമ്മുടെ കുക്കിയിലേക്ക് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഓട്സിൽ നിന്ന് കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ഒക്കെ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഒരു ഡോ ആക്കി എടുക്കണം നമുക്കിതിനെ. ആ ഒരു പരുവത്തിലേക്ക് ആവുന്നത് വരെ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ഓട്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഓട്സ് നല്ല ഫൈനായിട്ട് പൊടിച്ചതും ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്രഷ്ഡ് രീതിയിലാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഫൈനായിട്ട് പൊടിച്ചതും കൂടി ചേർക്കുമ്പോൾ പെട്ടെന്ന് അത് കമ്പൈൻ ചെയ്തിട്ട് കിട്ടും. അപ്പോൾ ഞാൻ സ്പൂണൊക്കെ മാറ്റിയിട്ട് ഇനി ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴയ്ക്കാം. അപ്പോൾ ശരിക്കും നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് കുഴച്ചു. കണ്ട, ഇപ്പോൾ നമുക്കിങ്ങനെ ഏകദേശം നമ്മുടെ കൈമ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലേക്കുള്ള ഒരു ഇതായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ക്രഷ്ഡ് ഓട്സ് അല്ലേ ഉപയോഗിച്ചിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര അങ്ങ് ഫൈനായിട്ടുള്ളൊരു ഡോ അല്ല നമുക്ക് കിട്ടുക. ഇനി നമുക്ക് കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടി നോക്കുക. അപ്പോൾ അത് ഉരുണ്ടതായിട്ട് വരുന്നുണ്ട്, നമുക്കത് ഇതുപോലെ കൈയിൻ്റെ അടിയിൽ വെച്ച് പരത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഡോയിൻ്റെ ആ ഒരു പാകം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് കൈയിൻ്റെ അടിയിൽ വെച്ച് ഇതുപോലെ നന്നായിട്ട് അങ്ങനെ നമ്മൾ കൈയിൻ്റെ അടിയിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഉരുട്ടണം കേട്ടോ. അതിനുശേഷം കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തുക. സൈഡിലായ ഒരു ക്രാക്കൊക്കെ വന്നിട്ടുള്ള ആ ഒരു എഡ്ജൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കുക്കിയുടെ ആ ഒരു ഇത് തയ്യാറാക്കാം. ഇത് അത്ര കട്ടിയിലും വേണ്ട, അത്ര കനം കുറവിലും പരത്തരുത്, ഒരു മീഡിയം ഇതിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പരത്തിയെടുത്തിട്ടുള്ള നമ്മുടെ കുക്കിയുടെ എല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കണം.
ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാനിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ നിങ്ങൾക്കൊരു 20 to 25 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതി. പാനിൽ നമ്മൾ ആദ്യം ഇത് ബേക്ക് ചെയ്യുമ്പോൾ ആദ്യം ഇതുപോലെ ഒരു കുഴിയുള്ളൊരു പാൻ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്നങ്ങ് ചൂടാക്കുക. ഈ പാൻ നന്നായിട്ട് ചൂടാവണം കേട്ടോ. നന്നായി ചൂടായതിന് ശേഷം അതിൻ്റെ മേലെ വേറൊരു പാൻ നമ്മൾ കയറ്റി വെക്കുകയാണ്. ഈ മുകളിൽ വെക്കുന്ന പാൻ അതിൻ്റെ മേലെ കറക്റ്റ് ലെവലായിട്ട് ഇരിക്കുന്നതായിരിക്കണം കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്ത് പോകുന്ന ടൈപ്പ് പാൻ ആവരുത്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുക്കിയുടെ ആ ഒരു ഇത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കാം. അപ്പോൾ എനിക്കിതിൽ നമ്മൾ നേരത്തെ എടുത്ത ഒരു 1.5 കപ്പ് ഓട്സ് കൊണ്ട് എനിക്കൊരു 7 കുക്കിയാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് മൂടണം. നമ്മൾ ഗ്ലാസിൻ്റെ ഇതുപോലത്തെ മൂടി വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ കുക്കിയുമ്പോൾ ടച്ച് ചെയ്യരുത്. അതായത് കുക്കി ഒരിത്തിരി ഒന്ന് പൊന്തി വരും. അപ്പോൾ അത് വല്ലാതെ പൊന്തിയൊന്നും വരില്ല, ഒരിത്തിരി ഒന്ന് പൊന്തും. അപ്പോൾ അത് നമ്മുടെ ആ ഒരു മൂടിയുമ്പോൾ ടച്ച് ചെയ്യുന്നത് രീതിയിലുള്ള മൂടി ആവരുത് കേട്ടോ. അപ്പോൾ ഇത്തിരി ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന മൂടി വെച്ചിട്ട് വേണം നമ്മൾ മൂടാനായിട്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ കുക്കി ബേക്ക് ചെയ്യാൻ വെച്ചിരുന്നു. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ അതെ നമ്മൾ തുറന്ന് നോക്കി കഴിയുമ്പോൾ നമുക്കിങ്ങനെ കൈ വെച്ച് ഇതാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുക്കി പാകമായിട്ടുണ്ടെന്ന്. ഇനി ഇത് ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് ക്രിസ്പാവാനുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ തീ ഓഫാക്കിയതിന് ശേഷം ഇതുപോലെ തന്നെ ഈ പാനിലെല്ലാം നമ്മൾ വെച്ചോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മറിച്ച് വെച്ച് കൊടുക്കണമെങ്കിൽ മറിച്ച് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമ്മളിത് പ്ലേറ്റിലേക്ക് നമ്മുടെ ഓട്സ് കുക്കീസ് ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു കുക്കിയാണ്. നമുക്ക് വിശക്കുമ്പോൾ ഒന്ന് മഞ്ച് ചെയ്യുമെന്ന് തോന്നുമ്പോൾ കഴിക്കാവുന്ന ഒരു ഹെൽത്തി ഓപ്ഷനാണത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതുകൊണ്ട് തന്നെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.